കുറേ ആക്സിഡൻറ്റ്സ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നസ്ലിൻ്റെ റിബ് ബ്രൂസ് ആയിട്ടുണ്ട് ട്രെയിനിങ്ങിനിടയ്ക്ക്, സ്പാറിങ്ങിനിടയ്ക്ക് പഞ്ച് കിട്ടിയിട്ട്. ഇതൊന്നും അറിഞ്ഞുകൊണ്ടുള്ള കാര്യങ്ങളല്ല. പിന്നെ ഗണപതിയുടെ റിബ് ബ്രൂസ് ആയിട്ടുണ്ട്. പിന്നെ മറ്റേ ഔട്ട്സൈഡ് ഫൈറ്റിന്റെ സമയത്ത് ലുക്കുവിന്റെ നക്കിൾ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ ആ ഫൈറ്റിന്റെ ഇടയ്ക്ക് നസ്ലിന് ഒരു പഞ്ച് ത്രോ ചെയ്ത് അപ്പം മറ്റവരുടെ ടൈമിങ് പോയിട്ട് ഒരാളുടെ നോസ് ബ്രേക്ക് ആയിട്ടുണ്ട്. ബിക്കോസ് ഇവര് ട്രെയിൻഡ് ആണല്ലോ 2-3 മാസമായിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ അതൊരു 6 months ഗ്യാപ്പിൽ ഇവർ അത്യാവശ്യം ട്രെയിൻഡ് ആയതുകൊണ്ട് ഇവര് ആ സ്പീഡും ആ പവറും ഒക്കെ പിക്കപ്പ് ചെയ്തു. പക്ഷേ സന്ദീപിനും ഫ്രാങ്കോക്കൊക്കെ ത്രൂ ഔട്ട് ഇടയ്ക്ക് 3-4 പ്രാവശ്യം പനി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ആ ഇന്റൻസിറ്റി കാരണവും ചില ദിവസം സ്പാറിങ് ആദ്യമായിട്ടാണ് സ്പാറിങ് ഒക്കെ ചെയ്യുന്നത്. ലൊക്കേഷനിൽ കളമശ്ശേരിയിൽ പോലും കാരണം ഒരു റൂമിൽ കിടക്കുന്നുണ്ട്, പനി പിടിച്ച് ഷോർട്ട് സമയത്ത് ഒരു ഷോർട്ട് എടുക്കും. ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു കൺകഷൻ പോലത്തെ ഒരു ഇഞ്ചറി ഇതുവരെ ആർക്കും വന്നിട്ടില്ല. പക്ഷേ അങ്ങനത്തെ ഡാമേജസ്, ചെറിയ ചെറിയ ഇഞ്ചറീസ് ഒക്കെ മൈൻഡ് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. കാരണം ബോക്സേഴ്സ് ആണ്, അവർക്ക് ചെറിയ മൈൽഡ് ഇഞ്ചുറീസ് വരാം. പക്ഷെ അതൊന്നും ട്രെയിൻ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് എല്ലാവരും ആയിരുന്നു. അതുകൊണ്ട് ഈ മൂവിയുടെ മുമ്പ് എന്താണോ നമുക്ക് ചെറിയ ഇഞ്ചുറി പറ്റി കഴിഞ്ഞാൽ അയ്യോ എനിക്ക് ഇഞ്ചുറി പറ്റി 3 ആഴ്ച റെസ്റ്റ് വേണം ഡോക്ടർ പറഞ്ഞു, ആ സംഭവത്തിൽ നടക്കില്ലായിരുന്നു.